നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്ത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ലവിൻ്റെ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ നാർസിസിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യുവർ ലവ്. നിങ്ങളുടെ ലവിനെ നാർസിസിസ്റ്റ് മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. നാർസിസിസ്റ്റുകൾ അവരെ മാത്രം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവരോട് തന്നെയാണ് പ്രണയം, അവരോട് തന്നെയാണ് സ്നേഹം. പക്ഷെ അവർ നിങ്ങളുടെ സ്നേഹത്തെ അവർ കാണുന്നു, ഒരു വ്യക്തിയുടെ സ്നേഹത്തെ, മറ്റൊരു വ്യക്തിയുടെ സ്നേഹത്തെ അവർ കാണുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള വലിഡേഷനും അവരോടുള്ള അഡ്മിനിസ്ട്രേഷനും, ഞാൻ നിന്റെ സ്നേഹത്തിന് അർഹനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ അർഹനാണ് അല്ലെങ്കിൽ ഞാൻ അർഹയാണ്, അതുകൊണ്ടാണ് അവിടെ ആ സ്നേഹം വരുന്നത്. അല്ലാതെ ഒരു മ്യൂച്വലി ഉള്ളതോ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ലവായിട്ട് ഒരു നാർസിസിസ്റ്റിന് നിങ്ങളുടെ ലവിനെ കാണാനായിട്ട് സാധിക്കില്ല. ആദ്യത്തെ സമയത്ത് കുറേ ഐഡിയലൈസേഷൻസും അങ്ങനത്തെ കാര്യങ്ങളും, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളാണ് ബെസ്റ്റ്, ലവ് ബോംബിങ്ങിലൊക്കെ നിങ്ങളെ വരുന്നതെല്ലാം അതൊരു മാനിപ്പുലേറ്റീവ് ടാക്ടിക് തന്നെയാണ്. അവിടെ നമ്മളോട് പല രീതിയിൽ അവർ പെരുമാറുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടുള്ള വലിഡേഷൻസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ, അവർക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസിൻ്റെ സപ്ലൈ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ സപ്ലൈ, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ലൈഫിൻ്റെ അവരുടെ പ്രയോറിറ്റീസ്, അതായത് അവർക്കൊരാളെ കൺട്രോൾ ചെയ്യണം, ഒരാളെ ഇൻവാലിഡേറ്റ് ചെയ്ത് അവരെ ഡിപ്പെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക, ഒരു ട്രാൻസാക്ഷണൽ രീതിയിൽ ഒരു സ്നേഹത്തെ ആണ് അവർ നിങ്ങളുടെ സ്നേഹത്തെയും കാണുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂ ഉള്ള ഇമോഷൻ അല്ല അത്. രാദർ ദാൻ നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും നിങ്ങൾ അവിടെ അവരുടെ കഴിവ് കൊണ്ട്, ഒരു നാർസിസിസ്റ്റിക് ആയിട്ട് ആളുകളുടെ കഴിവ് കൊണ്ട് അവരതിന് ആ ലെവലിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുമാണ് അവർ കാണുക. അവരെപ്പോഴും കാണുന്നത് നിങ്ങളുടെ സ്നേഹത്തെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ അപ്രോച്ചായിട്ടാണ് കാണുന്നത്. അതായത് എൻറ്റൈറ്റിൽമെൻറ്റ്സ് എല്ലാം അവർക്ക് കൊടുക്കണം, അവർക്ക് എൻറ്റൈറ്റിൽമെൻറ്റ്സും അവർക്ക് ആ പവറും അവർക്ക് ആ പൊസിഷനും കൊടുത്തുകൊണ്ട് നമ്മൾ അവരുടെ ഈ എല്ലാ കാര്യങ്ങളും സെർവ് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുന്നു. ഇവിടെ വരുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാനില്ലാതെ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ജീവിക്കാനായിട്ടുള്ള രീതിയിലേക്കാണ് കൊണ്ടെത്തിക്കുക. നിങ്ങൾക്ക് ഞാനില്ലാതെ, ഞാനൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലവർ ആണെങ്കിൽ, ആ ഒരു പേഴ്സൺ ഹൂ ഇസ് ഇങ്ങനെ നാർസിസിസ്റ്റിക് ഇതാണെങ്കിൽ, ഞാൻ നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഞാനില്ലാതെ പറ്റത്തില്ല, നിങ്ങൾക്കാണത് പറ്റാത്തത്. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് പറയും, നമ്മൾ ഇതാണ്, എനിക്കും നീ ഇല്ലാതെ പറ്റത്തില്ല, പക്ഷെ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എനിക്ക് നീ ഇല്ലാതെ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടല്ല, അത് സ്നേഹം കൊണ്ടല്ല. എനിക്ക് നിന്നോട് സ്നേഹം, എന്നെ അങ്ങനെ ജീവിതത്തിൽ എനിക്ക് നീ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറയുന്നത് സ്നേഹം കൊണ്ടല്ല. എനിക്ക് നിന്നെ വേണം, എന്തിന്, എനിക്ക് പല കാര്യങ്ങളും നിന്നിൽ നിന്ന് കിട്ടാനുണ്ട്. ആ രീതിക്കാണ് നിങ്ങളുടെ സ്നേഹത്തെ, അതായത് ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചാണ് അവർ കൊടുക്കുക. അതായത് ലവിനെ അവരൊരു ടൂളായിട്ട് മാറ്റും. ദിസ് ഇസ് എ ടൂൾ ഓർ എ ടെക്നിക് ഞാൻ യൂസ് ചെയ്യുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്? എനിക്ക് എന്തൊക്കെ നിന്നിൽ നിന്ന് വേണോ, അത് ചിലപ്പോൾ പൈസ ആയിരിക്കാം, ചിലപ്പോൾ വേരിയസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പം എനിക്ക് ഭാര്യ എന്ന് പറയുന്ന മറവിൽ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന മറവിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കണമായിരിക്കാം. അങ്ങനെ എന്ത് കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എനിക്ക് വലിഡേഷൻ, അപ്രീസിയേഷൻ വേണമായിരിക്കാം. എനിക്ക് എൻ്റെ രീതിക്ക് എൻ്റേതായ എല്ലാ നമ്മൾ പറയത്തില്ല അബ്യൂസീവ് ആയിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിഹേവ് ചെയ്യാൻ ആ ഇൻറ്റൻസ് ആയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ലവിനെ അവർ കാണുക. അതിന് നിന്ന് തരുന്ന, അതിന് സാക്രിഫൈസ് ചെയ്യുന്ന, അതിന് സറണ്ടർ ചെയ്തു തരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് അയാൾക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന, എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ സപ്ലൈ ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന, എനിക്ക് വേണ്ടി എൻ്റെ സെക്ഷൽ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന, എൻ്റെ ബാക്കി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സിനെ മീറ്റ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി,
ആ വ്യക്തിയായിട്ടേ നിങ്ങളെ അയാൾ കാണത്തുള്ളൂ. അപ്പം അതിനകത്തെ സ്നേഹം എന്ന് പറഞ്ഞ് നിങ്ങളോട് പറയുന്നത് പോലും ആസ് ലോങ് ആസ് നിങ്ങൾ അയാളെ അയാൾക്ക് വേണ്ടത് കിട്ടുന്നത് വരെ, അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന കാലം വരെ അയാൾ അങ്ങനെ നിൽക്കും. അതിൽ നിന്ന് അയാൾക്ക് കിട്ടാത്തപ്പോൾ ഡിസ്കാർഡിങ്ങിലേക്കാണ് പിന്നെ പോവുക. ഡിസ്കാർഡിങ് ഈസ് അവർക്ക് വേണ്ട എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യമാണ്. അപ്പം പലപ്പോഴും പല വ്യക്തികളും കുടുങ്ങിപ്പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്, എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര വിഷമാണ് ഞാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോഴെന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിൽ എനിക്ക് ഇനി കിട്ടുന്നത് കിട്ടുന്നില്ല. ഈ വ്യക്തി എനിക്ക് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ തരുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടാതെ വരുന്നതിൻ്റെ ഫീലിങ്ങിൽ നിന്നായിരിക്കും അവർ പറയുന്നത്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണം എന്ന് പറയുന്നതെല്ലാം ആ സെൽഫിഷ് മോട്ടീവിൻ്റെ പേരിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത രീതിയിൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും അത് ഒരു വൺ സൈഡഡ് ആയിരിക്കും. നിങ്ങൾ മാത്രമായിരിക്കും സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ഒന്നുമില്ല. ഗിവ് 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 എന്നിട്ട് നമുക്ക് ചില ബ്രെഡ് ക്രംസ് പോലെ ഇട്ട് തരുന്ന ചില കാര്യങ്ങളിലും പിന്നെ കുറേ കൾച്ചറലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ആദ്യത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആ ഇൻറ്റിമേറ്റ് അട്രാക്ഷനിലും പിന്നെ ഐഡലൈസേഷനിലും ഒക്കെ കുടുങ്ങി കിടന്നുകൊണ്ട് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു ട്രോമ സൈക്കിളിലും, ലവ് ബോംബിങ് ആൻഡ് ട്രോമ ഇതിൻ്റെ സൈക്കിളിലും, അബ്യൂസ് ആൻഡ് ലവ് ബോംബിങ്ങിൻ്റെ സൈക്കിളിലും ഒക്കെ കയറി നമ്മൾ ഇതിനോട് അങ്ങനെ കുടുങ്ങിക്കിടക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും. നമ്മുടെ സ്നേഹത്തെ അവർ കാണുന്നത് നമ്മുടെ കഴിവുകേടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്നേഹം ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് തോന്നുന്ന ഇമോഷൻ അവർ പലപ്പോഴും ആൾക്കാരെ ചിലപ്പോൾ അറിയാം, ഷീസ് എൻ ഇമോഷണൽ ഫൂൾ, ഹീസ് എൻ ഇമോഷണൽ ഫൂൾ എന്നുള്ള രീതിയിൽ. എനിക്ക് ചില നാർസിസിസ്റ്റൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. അവർ വന്നിട്ട് പറയുന്നത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലായിരിക്കും. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് നമ്മളോട് സംസാരിക്കും, ഐ എം കൂൾ, ഐ ഹാവ് നോ പ്രോബ്ലം. ലേഡീസ് ആണെങ്കിലും പറയാറുണ്ട് കേട്ടോ, അങ്ങനെ വിമൻ മെൻ ഇതിനകത്ത് ഡിഫറൻസസ് ഒന്നുമില്ല. ഇവർ വന്നിട്ട് പറയുന്ന ഐ എം കൂൾ, ഐ ഹാവ് നോ പ്രോബ്ലം, ബട്ട് മൈ പാർട്ട്ണർ ഇസ് എൻ ഇമോഷണൽ ഫൂൾ, ഹീ നീഡ്സ് ഹെൽപ്പ്. അതായത് ഇവരായിരിക്കും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ നമ്മളോട് വന്ന് പറയുന്ന ആള് പറയുന്നത് മൈ ഹസ്ബൻഡ് ഈസ് ആൻ ഇമോഷണൽ ഫൂൾ, അല്ലെ മൈ വൈഫ് ഈസ് ആൻ ഇമോഷണൽ ഫൂൾ, ദാറ്റ് പേഴ്സൺ നീഡ്സ് ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെത്രമാത്രമാണ് നമ്മുടെ ലവിനെ കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം ഒരാൾക്ക് കൊടുക്കുമ്പോൾ, സ്നേഹം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ, കൊടുക്കാനാണെങ്കിൽ അത് ഏറ്റവും വാല്യുബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ടതാണ് ലവ്. അതായത് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അത്രയും വാല്യൂ തിരിച്ചു കിട്ടണം. നമ്മളെ പഠിപ്പിക്കുന്നത് ചുമ്മാ കൊടുക്കാനാണ് പറയുന്നത്. ലവ് ചുമ്മാ കൊടുക്കുക ഇല്ല. ലവ് ഇസ് സോ പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ. അത് ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എനിക്ക് കിട്ടണ്ടേ, എനിക്ക് ആ വാല്യൂ കിട്ടണം. ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് വാല്യൂ ഉണ്ടാകണം. അതിന് പ്രതിഫലമായിട്ട് എനിക്ക് കൊട്ടാരം വേണം, കാറ് വേണം, വീട് വേണം എന്നുള്ളതല്ല. അതിനെ ആ രീതിയിൽ അത്രയും ഡിഗ്നിഫൈഡ് ആയിട്ടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ വ്യക്തിയോടുള്ള കരുതലും കെയറും പ്രൊട്ടക്ഷനും ബോണ്ടിങ്ങും കമ്പാഷനും എല്ലാം ചേർന്നിട്ടുള്ള അതിൻ്റെതായ വാല്യൂ തരണം എന്നുള്ളതും നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കഴിവുകേടായിട്ടാണ് കാണുന്നത്. അവരെ അപ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ പിന്നെ അവർ കാണുന്നത് നമ്മുടെ ലവിനെ ഒരു മെറ്റീരിയലിസ്റ്റിക് ലവ് ആയിട്ടാണ്. നീ ഇന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ലവ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാനൊരു മെറ്റീരിയലിസ്റ്റിക് ലവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, നിങ്ങൾ ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ലവിലേക്ക് പോലും, ലവ് ഇസ് നോട്ട് മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ പല നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് മെറ്റീരിയലിസ്റ്റിക് ലവ് തന്നെയാണ്. കാരണം ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ മറ്റേ ആളോട് മെറ്റീരിയൽസ് തിങ്സ് ചോദിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ മടിയല്ല, അയാൾ റാഷണൽ ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീധനം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വർണം കൊടുക്കുന്നു. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ ഹസ്ബൻഡോ എന്തെങ്കിലും ആവശ്യത്തിന് ചോദിക്കുമ്പോഴത്തേനും അവർ പറയുകയാണ്, അത് ശരിയാവില്ല, അത് ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അതിനുവേണ്ടി അത് സാരമില്ല, നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാനാണ്, നമുക്കൊരു സ്ഥലം വാങ്ങിക്കാനാണ്. അപ്പം ആ വൈഫ് ചോദിക്കുകയാണ്, അങ്ങനെ സ്ഥലം വാങ്ങിക്കുകയാണ്, ഇത് എൻ്റെ അപ്പൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന ഈ സ്വർണത്തിൽ നിന്ന് നിങ്ങൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ എൻ്റെ പേരിലൂടെ, വളരെ ന്യായമായ ചോദ്യമാണത്, എൻ്റെ പേരിലൂടെ എഴുതുമോ എന്ന് ചോദിച്ച് ഞാൻ പറയും, നിനക്ക് സ്നേഹമില്ല,
നീയൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ അതിനകത്തെ ട്രൂത്ത് നിങ്ങൾ നോക്കണം. അത് മാനിപ്പുലേഷൻ ആണ്. കാരണം ആ വ്യക്തിയാണ് മെറ്റീരിയൽസിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ലവിനെ ടൂൾ ആക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് കൺട്രോൾ കൊണ്ടുപോകും, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യാനും നമ്മുടെ റിസോഴ്സിനെ യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് അവർക്കത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നാർസിസിസ്റ്റിന് നിങ്ങളുടെ ലവിനെ അതൊരു ഡിവൈൻ ആയിട്ടുള്ള ലവ് ആയിട്ടൊന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല. ചിലർ പറയും നിങ്ങൾക്ക് സർവൈവലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു ഫീലാണ്, ഞാൻ ഇതിനെല്ലാം എൻടൈറ്റിൽഡ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ ആ ലവിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങളെ ആദ്യം സ്നേഹിക്കുക, എന്നിട്ട് ഇതിനകത്തെല്ലാം ഒന്ന് ഒബ്സേർവ് ചെയ്യുക കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി, നമ്മളെ ടൂളാക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള ആരുടെയൊക്കെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞാലും കയറാതിരിക്കുക. അതിന് പേരൻസിൻ്റെ കയ്യിൽ നിന്നുള്ള ലവ് ആയാലും ഫ്രണ്ട്സിൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സിൽ ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഒരു ലവ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു നാർസിസിന് ഒരിക്കലും നിങ്ങളുടെ ലവിനെ ആ ഒരു പ്യൂരിറ്റിയിലും ആ ഒരു ഡിവൈൻ ഫീലിലും ആ സ്ട്രോങ് ഇമോഷൻ്റെ പേരിലും കാണാനും പറ്റില്ല. നിങ്ങളുടെ വൾണറബിലിറ്റി ആയിട്ടോ നിങ്ങളുടെ ഇൻകേപ്പബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ടോ മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മുടെ ബൗണ്ടറീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കെയറും ലവും കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നമുക്കെല്ലാം ഈ ഭൂമിയിൽ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.